ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിരിക്കും കരിമീൻ എന്ന് പറയുന്നത്. അപ്പോൾ കരിമീൻ തേങ്ങാപ്പാലും അതുപോലെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സർ ജാറിലോട്ട് ഒരു 3 പച്ചമുളക്, ഒരു 2 ചെറിയ പീസ് ഇഞ്ചി, ഒരു 12 വെളുത്തുള്ളി, പിന്നെ 4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഈ മസാല നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാല ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക്. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കരിമീൻ എടുത്ത് കരിമീൻ്റെ 2 പുറത്തും കത്തി വെച്ച് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് മസാലയൊക്കെ മാംസത്തിലോട്ട് മീനിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മീനിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ആ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലും അതുപോലെ മീനിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ആയിട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് മസാല പുരട്ടിയതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലൊന്ന് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ വെക്കുന്നത് ഇത് നമ്മുടെ കരിമീൻ്റെ കുറച്ച് കട്ടിയുള്ള മാംസം ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ ഉള്ളിലോട്ട് നന്നായി പിടിച്ചാൽ മാത്രമാണ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മീൻ വറുത്തെടുക്കുമ്പോൾ മീനിൻ്റെ ആ പുറമേയുള്ള തൊലിയൊന്നും പൊട്ടി പോകാണ്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ മറിച്ചിടാനൊക്കെ പറ്റും. അങ്ങനെ കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ 2 മിനിറ്റിന് ശേഷം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിന് പൊള്ളിക്കാൻ പോകുന്ന മീനാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരേ വേണ്ടൂ. ഇനി ഈ വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ ഒരു പ്ലേറ്റിലാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ വറുത്തിട്ടുള്ള സെയിം പാനിലെ എണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും 3 പച്ചമുളകും 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വരുന്ന സമയത്ത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള 2 ചെറിയ പീസ് കുടപ്പുളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കുടപ്പുളി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ നന്നായി മൂപ്പിച്ചെടുക്കണം. പൊടികൾ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയതായിട്ട് നുറുക്കിയതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് വരും. അങ്ങനെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കട്ടി നാളികേരപ്പാൽ, 1-ാം പാല് 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ മസാലയിലെ നമ്മൾ നാളികേരപ്പാലൊക്കെ ചേർന്ന് നന്നായി ഒന്ന് സെറ്റായി വരണം. ആ നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് നമ്മുടെ മസാല ഒന്ന് കട്ടിയായി വരുമ്പോൾ, ഒത്തിരി കട്ടിയാവേണ്ട ഈ ഒരു പാകത്തിനായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു വാഴയില എടുത്തിട്ട് വാഴയിലയുടെ ഒരു ചെറിയ പീസ് എടുത്ത് അതിലേക്ക് ഒരു കറിവേപ്പില വെച്ച് കൊടുക്കുക. പിന്നെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി സ്ലൈസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലൊന്ന് ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കരിമീൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കരിമീൻ ഉണ്ടല്ലോ, ഈ മസാലയുടെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ എടുത്ത് പതിയെ എടുത്ത് വെക്കുക കേട്ടോ. ഒത്തിരി നമ്മൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ എടുത്തിട്ട് ആ മസാലയുടെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കരിമീൻ്റെ മുകളിലും നമുക്ക് ബാക്കിയുള്ള മസാല മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഈ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മസാല കരിമീൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ വലിയ പീസ് വാഴയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ വാഴയില എളുപ്പത്തിന് കിട്ടുമല്ലോ. ഇവിടെ ഇപ്പോൾ അങ്ങനെ എളുപ്പത്തിന് നമുക്ക് നല്ല വാഴയിലൊന്നും കിട്ടാനില്ല. അപ്പോൾ കിട്ടിയ വാഴയില വെച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ നാര് വെച്ചിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ചെറിയ തീയിൽ 4 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 4 മിനിറ്റിന് ശേഷം തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡ് കൂടി നമുക്ക് 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ആ നാളികേരപ്പാലിൻ്റെയും അതുപോലെ ആ കുടപ്പുളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കരിമീനിലേക്ക് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ആ ചൂടിൽ തന്നെ നമ്മൾ ആ ഒരു വാഴയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണമൊക്കെയാണ് വരിക. അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്ന് തുടങ്ങും. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു കരിമീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.